വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്നൊരു കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങിനാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നപ്പോഴേക്കും വണ്ടി വന്നു. അങ്ങനെ വണ്ടിയിൽ കയറി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ യാത്ര പുറപ്പെട്ടു കേട്ടോ. പാറുക്കുട്ടി എത്ര വിളിച്ചിട്ടും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവളെ വിളിക്കാൻ വേണ്ടി കുറേ ഇങ്ങനെ ശ്രമിച്ചു, അവൾ തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവൾ തിരിഞ്ഞു നോക്കിയില്ല. പിന്നെയും ആകാശക്കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ വരാപ്പുഴയിലെത്തി. KB ബേക്കറീസിൽ നിന്ന് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ വരാപ്പുഴയിലുള്ള ആ വീട്ടിലേക്ക് നടക്കുകയാണ്. കുറച്ച് ദൂരം അങ്ങ് നടന്നു കഴിഞ്ഞപ്പോഴേക്കും വീടെത്തി. അപ്പോൾ അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ആളുകൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. പിന്നെ കുറേ പലഹാരങ്ങളായിട്ടായിരുന്നു എല്ലാവരും വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ചടങ്ങ് തുടങ്ങി. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാർ തലയിൽ എണ്ണയും കയ്യിലും കാലിലൊക്കെ മഞ്ഞൾ തേച്ച് കൊടുക്കുകയായിരുന്നു. അതിനുശേഷം പെൺകുട്ടിയെ കുളിപ്പിക്കാൻ വിടും, അതായിരുന്നു ചടങ്ങ്. അപ്പോൾ എല്ലാവരും വന്നവരെല്ലാവരും തലയിൽ എണ്ണ തൂക്കുന്നുണ്ടായിരുന്നു. പിന്നെ പെൺകുട്ടി കുളിക്കാൻ പോയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും കൂടി പുറത്തിറങ്ങിയിരുന്നു. അതുവരെ വെയിറ്റിങ്ങിലാണ്. കുട്ടിയൊക്കെ കളിപ്പിച്ച് അങ്ങനെ പാട്ടൊക്കെ പാടി അങ്ങനെ ഇരുന്നു. അതിനുശേഷം ഒരു മുറത്തിലായിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ, മുല്ലപ്പൂവ്, സാരി, ആഭരണങ്ങൾ, കൺമഷി, പൗഡർ എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ കയ്യിലും കാലിലൊക്കെ ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആഭരണങ്ങൾ ഇടിയിക്കുന്നു, അതുപോലെ തന്നെ പൗഡർ ഇടിയിക്കുന്നു, പൊട്ട് തൊടിയിക്കുന്നു. ഇതെല്ലാം നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടാണ് കേട്ടോ ഈ ഒരു ചടങ്ങ് ചെയ്യുന്നത്. പിന്നെ തലമുടി കെട്ടാൻ പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് തന്നെ തലമുടി ഏകി കെട്ടി. അതിനുശേഷം മുല്ലപ്പൂ മെടഞ്ഞ് ഇടുന്നൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് ഇടയ്ക്ക് ഒരു 5 തരം പൂക്കൾ തലയിൽ വെക്കണം എന്നാണ് പറയാറ്. അപ്പം 5 തരം പൂക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുക്കമൊക്കെ ഏകദേശം പൂർത്തിയായി. ഇനിയും മുറത്തിൽ കുറേ ബാക്കിയുണ്ട് കേട്ടോ. കൺമഷി ഉണ്ടായിരുന്നു, കൺമഷി എടുത്ത് കണ്ണെഴുതാണ്. അതിനുശേഷം പൊട്ട് കുത്തി കൊടുത്തു. പിന്നെ നെറ്റിയിൽ സിന്ദൂരം അണിഞ്ഞു. അതിനുശേഷം നന്നായിട്ട് മുടി മെടഞ്ഞൊക്കെ ഇട്ട് ആഭരണങ്ങളൊക്കെ കെട്ടി ഇരിക്കുകയാണ് കേട്ടോ. ഇനി ചടങ്ങ് കുറച്ച് കൂടുതലായിട്ടുണ്ട്. വളരെയധികം ചടങ്ങുകളുള്ള ഇത്തരം ചടങ്ങുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം പെൺകുട്ടി ഒരു വെറ്റില അടക്കിയായിട്ട് പോയിട്ട് നിറഞ്ഞ ഒരു പാത്രത്തിലേക്ക് അനങ്ങാതെ, വെള്ളം അനങ്ങാതെ ഇതിട്ടിങ്ങനെ കൊടുക്കണം. അത് ചടങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ശേഷം കിണ്ടിയിൽ വെള്ളം എടുത്ത് പനയ്ക്ക് 3 പ്രാവശ്യം വെള്ളം ഒഴിക്കണം. പിന്നെ വിളക്കെല്ലാം കത്തിച്ചിട്ട് അകത്തേക്ക് കയറുന്ന ചടങ്ങാണ് കേട്ടോ. അപ്പോൾ പതിയെ നടക്കുകയാണ്. എന്നിട്ട് അകത്തേക്ക് വലതുകാല് വെച്ച് കയറി. അതിനുശേഷം ഈ വിളക്ക് അവിടെ തറയിൽ വെക്കും. വെച്ചതിന് ശേഷമാണ് ഇനി അടുത്ത ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ചടങ്ങ് ഒന്നും ആയിട്ടില്ല, ഇത് ഒരു തുടക്കം മാത്രമാണ്. പിന്നെ ഒരു തോർത്തിലായിട്ട് ഇതേപോലെ അരിയും തേങ്ങയും അവൽ നനച്ചതുണ്ട്. അവൽ നനച്ചതും കൂടി ഇങ്ങനെ കെട്ടി പൊതിഞ്ഞ് കയ്യിലിങ്ങനെ വെച്ച് കൊടുക്കും. ശേഷം അതിൻ്റെ അകത്ത് വെറ്റില അടയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പലഹാരങ്ങളാണ്. പലഹാരങ്ങൾ ഇതേപോലെ കൈമാറുകയാണ്. 7 കൂട്ടം പലഹാരങ്ങളുണ്ട്. 7 മാസത്തെ ചടങ്ങാണല്ലോ. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആൺകുട്ടിക്ക് അത് കൊടുക്കണം.